ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പേപ്പർ 2ന്റെ നെറ്റ് എക്സാമിന് വരുന്ന സിലബസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 1ലെ സിലബസ് എന്തൊക്കെയാണെന്നാണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ തിയറീസ്, ടൈപ്സ് ഓഫ് ലേണിംഗ്, ലെവൽസ് ഓഫ് ടീച്ചിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കാനുണ്ട്. ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ BEd കഴിഞ്ഞവർക്കാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കാരണം അവർ BEdന് പഠിക്കുന്ന പല ടോപ്പിക്സുമാണ് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. അടുത്തതാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ടൈപ്സ് ഓഫ് റിസർച്ച്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കാനുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. പിന്നീട് വരുന്നതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ളത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ നന്നായിട്ട് ലാംഗ്വേജ് നോളജ് ഉള്ളവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിലാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കാനുണ്ട്. പിന്നെയാണ് റീസണിങ്, മാത്തമെറ്റിക്കൽ റീസണിങ്. മാത്തമെറ്റിക്കൽ റീസണിങ്ങിൽ കോഡിംഗ്, ഡീകോഡിംഗ്, ലെറ്റർ സീരീസ്, നമ്പർ സീരീസ്, ദെൻ പെർസെൻറ്റേജ്, ദെൻ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറേ ടോപ്പിക്സ് വരുന്നുണ്ട് മാത്തമെറ്റിക്കൽ റീസണിങ്സിൽ. പിന്നെയാണ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ്ങിൽ ഇന്ത്യൻ ലോജിക്, വെസ്റ്റേൺ ലോജിക്, മൂഡ്സ്, ഫിഗർ, ആർഗ്യുമെന്റ്സ്, പിന്നെ ഫാലസീസ്, വെൻ ഡയഗ്രാം, ഇതൊക്കെ ലോജിക്കൽ റീസണിങ്ങിൽ വരുന്നതാണ്. നെക്സ്റ്റ് ആണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ കംപ്ലീറ്റ്ലി മാത്തമെറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. നെക്സ്റ്റ് ഈസ് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നെറ്റ്വർക്കിനെ കുറിച്ചിട്ട്, കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട്, കമ്പ്യൂട്ടർ ഹിസ്റ്ററിനെ കുറിച്ചിട്ട്, ഓക്കെ, കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ദെൻ നമ്പർ സിസ്റ്റം, അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ICTയിൽ വരുന്നത്. നെക്സ്റ്റ് ഇസ് പീപ്പിൾ ആൻഡ് എൻവിറോൺമെന്റ്. പീപ്പിൾ ആൻഡ് എൻവിറോൺമെന്റിലാണ് പലതരത്തിലുള്ള ഗോൾസ്, ട്രീറ്റീസ്, കോൺഫറൻസസ്, പിന്നെ പൊല്യൂഷനെ കുറിച്ചിട്ട്, ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഈ പീപ്പിൾ ആൻഡ് എൻവിറോൺമെന്റിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഗവേണൻസ്, പോളിസീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതിൽ നമ്മൾ വേദിക് എഡ്യൂക്കേഷൻ തൊട്ട് കറന്റ് ആയിട്ട് വരുന്ന റീസെന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, എഡ്യൂക്കേഷൻ സിസ്റ്റം, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ NEP 2020 ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. സോ ഇതൊക്കെയാണ് പേപ്പർ 1ൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ പേപ്പർ 1 എന്ന് പറഞ്ഞ ഈ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് നെറ്റ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം പേപ്പർ 1ലെ മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് അനലൈസ് ചെയ്യുന്നത്. സോ 50 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1ൽ വരുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി 2 മാർക്സ്. അങ്ങനെ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1ൽ നമുക്ക് വരുന്നത്. സോ നമുക്കൊരു മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ പേപ്പർ 1ൽ. സോ പേപ്പർ 1 ഇസ് വെരി ഇമ്പോർട്ടന്റ്. നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ പേപ്പർ 1ൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. Hope you all understand. So let's travel together in the journey towards cracking net. Thank you.